ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ മാതാപിതാക്കളെ, ബെൻഡിറ്റ് പ്രയർ 81 ദിനം. മക്കൾ ഉറങ്ങുന്നതിന് മുമ്പ് അവരെ നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11 അധ്യായം 5 വചനം. നീതിയും വിശ്വസ്തയും കൊണ്ട് അവൻ അരമുറുക്കും. ഈ വചനത്തിൽ നീതിയെക്കുറിച്ചും വിശ്വസ്തയെക്കുറിച്ചും നമ്മൾ കാണുമ്പോൾ നമ്മുടെ മക്കളുടെ ജീവിതത്തിലും അവരെടുക്കുന്ന തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കുവാനും അവരായിരിക്കുന്ന അവസ്ഥയിൽ പഠനമേഖലയിലോ ജോലിയിലോ കുടുംബജീവിതത്തിലോ എവിടെയായാലും ഏത് പ്രതിസന്ധിയിലും നീതിയോടെ നിൽക്കുവാനും വിശ്വസ്താപൂർവം എല്ലാത്തിനെയും കൈകാര്യം ചെയ്യുവാൻ, ഇന്ന് നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ വിശ്വസ്തത നിറയുവാൻ വേണ്ടി, അവർ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്യുവാൻ വേണ്ടി, നീതിയോടുകൂടിയും സത്യസന്ധയോടും നിലകൊള്ളുവാൻ വേണ്ടി നമുക്ക് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. യെശയ്യാ 11:5 നീതിയും വിശ്വസ്തതയും കൊണ്ട് അവൻ അരമുറുക്കും. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ നീതിയും വിശ്വസ്തതയും വളരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ ഏൽപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും നീതിയിലും വിശ്വസ്തതയിലും ചെയ്തു തീർക്കുവാനും മാതാപിതാക്കളോടും സഹോദരങ്ങളോടും സമൂഹത്തോടും ജോലി മേഖലയിലും കുടുംബജീവിതത്തിലും വിശ്വസ്താപൂർവം ജീവിക്കുകയും അവരുടെ ജീവിതം അനുഗ്രഹപ്രദമായി നിന്നുകൊണ്ട് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഇടയാകട്ടെ. ആമേൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ, എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, എല്ലാ തരത്തിലുള്ള പാപത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാത്തു സൂക്ഷിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിയെ അങ്ങ് പ്രകാശിപ്പിക്കണമേ. അങ്ങയിൽ നിന്ന് അകലുമ്പോൾ അവർക്കുണ്ടാകുന്ന നഷ്ടത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി തരണമേ. സർവോപരി അങ്ങയെ സ്നേഹിക്കുന്നതിന് ഞങ്ങളുടെ മക്കൾക്ക് കൃപ ചെയ്യണമേ. ഓ ഈശോനാഥ, ഞങ്ങളുടെ മക്കളുടെ ഹൃദയം അങ്ങയോടുള്ള സ്നേഹവും ഭയവും കൊണ്ട് നിറയുന്നതിനായി അങ്ങ് ആരാണെന്നും ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് എന്താണെന്നും മനസ്സിലാക്കി തരുവാൻ കൃപ ചെയ്യണമേ. താവേ, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളെയും അങ്ങയുടെ നിസ്സീമമായ പരിപാലനയ്ക്ക് സമർപ്പിക്കുന്നു. കാരുവാനായ ഈശോയെ, ഞങ്ങളുടെ മക്കൾക്ക് എല്ലാ അസ്വസ്ഥതകളെയും സഹിക്കുവാനും നേരിടുവാനുള്ള കൃപ അവിടെ നൽകണമേ. അങ്ങനെ മക്കളെല്ലാവരും അങ്ങയെ എപ്പോഴും സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ. ആമീൻ.